നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആർത്തവത്തെ പറ്റി സംസാരിച്ചു, നിങ്ങൾ കൂട്ടിക്കുന്നു. അതെന്തുകൊണ്ട് ഈ രാഷ്ട്രത്തിലുള്ള എൻ്റെ പൗരന്മാരോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്നത്. അപ്പൊ എൻ്റെ പെൺകുഞ്ഞുങ്ങൾ, ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങൾ ഈ ആർത്തവ സംബന്ധമായ ഹൈജീനിക് അല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞ നാപ്കിൻസ് ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല. അവര് പ്രിമിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അണുബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുതലായിരുന്നു. ഇന്ന് എല്ലാ സ്കൂളുകളിലും നാപ്കിൻ വെൻഡിങ് മെഷീൻസ് വെച്ചിരിക്കുന്നു, അല്ലേ? 1 രൂപയ്ക്ക് കിട്ടുകയാണ്. എങ്ങനെ ഈ ചിന്തകൾ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമാണ്. ഇതാണോ വലിയ കാര്യം എന്ന് ചോദിച്ചാൽ ഇതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ഇത് ജീവിതത്തിൽ മാറ്റം വരുത്തിയ കോടിക്കണക്കിന് മനുഷ്യരുടെ ഉണ്ട്. അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, അതായത് ടോയ്ലറ്റുകൾ ഇല്ലാത്ത കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം അതുപോലെ പെൺകുട്ടികളെ ഭ്രൂണഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കേരളം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേരളത്തിനെ സംബന്ധിച്ച് ബാധിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യം പോലെ മാറി നിന്നിരുന്ന ഒരു സംസ്ഥാനമല്ലായിരുന്നു കേരളം. നമ്മുടെ തെറ്റിദ്ധാരണയല്ലേ? കേരളത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ആരാ പറഞ്ഞത്? ഈ പെൺ ഭ്രൂണഹത്യ ഇഷ്ടം പോലെ. നമ്മൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ. അത് നമ്മൾ അംഗീകരിക്കാൻ ഒരു മടിയില്ല. നമ്മളിപ്പോ കേരളത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ എന്തോ ഇടതുപക്ഷക്കാരന്റെ തറവാട്ടിൽ ഒരിക്കലും അല്ല. ഞാനൊരിക്കലും അത് ഇടതുപക്ഷക്കാരന്റെ തറവാട്ടിൽ മലയാളിക്കുണ്ടായിരുന്നു. മലയാളി നമ്മളിപ്പം 1947 ഇൻഡിപെൻഡൻസ് ആകുമ്പോൾ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? അന്ന് ഇതൊക്കെ തന്നെ കേരളമായിരുന്നു ബെറ്റർ. അതെ അതെ. അതിന് ഒത്തിരി, ഞാൻ എപ്പോഴും പറയാം, അതിന് ഹിസ്റ്റോറിക്കലായി ഒത്തിരി കാരണങ്ങളുണ്ട്.